എല്ലാവർക്കും എൻ്റെ നവനീതം വ്ലോഗ്സിലോട്ട് സ്വാഗതം. ഇത് ശിപ്പമ്മളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് തലേന്നുള്ള പാർട്ടിക്കുള്ള ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളെ കണ്ണനാണ് എല്ലാ ഫുൾ ഡെക്കറേഷനും സ്റ്റേജും എല്ലാ ഫുൾ സാധനങ്ങളും കണ്ണൻ്റെ അനിയൻ്റെ എല്ലാം എടുത്താണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണല്ലോ അവരുടെ വീട്. അപ്പം കണ്ണൻ്റെ ലൈറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല രസമായിരുന്നു ഇതിനകത്തൂടെയൊക്കെ നടന്നൊക്കെ പോകാനായിട്ടേ. അടിപൊളി രസമായിരുന്നു, നല്ല സെറ്റിങ്സ് ആയിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വരാനൊക്കെ തുടങ്ങിയപ്പോൾ അതിനുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഈ ലൈറ്റ് ഡെക്കറേഷൻ്റെ ഒക്കെ ഇടയ്ക്ക് ഫോട്ടോ എടുപ്പുകളും ഫോട്ടോ സെക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാം ഈ വീഡിയോയിലെ പുറകിന് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആളുകളൊക്കെ വന്ന് തുടങ്ങാനുള്ള സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിൽ ഗേറ്റിൻ്റെ അടുത്തൊക്കെ വരുന്നവരെയൊക്കെ സ്വീകരിക്കാനായിട്ടൊക്കെ ഓരോരുത്തർ റെഡി ആയിട്ടിരിക്കുക. ഇവരെയൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലായിടും ഇങ്ങനെ കസേരയൊക്കെ വരുന്നവർക്കും എല്ലാം ഇരിക്കാനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് പുടവ കൊടുക്കുന്ന ചടങ്ങ് ഇന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തലേന്നാണ് നമുക്ക് സാരിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ആളുകൾ വരുന്ന അതിന് സ്വീകരിക്കണം. അപ്പം ഓരോരുത്തർ നമ്മളെ പാർട്ടിക്ക് വന്നവരാണ്. ഇത് നമ്മളെ ഇവിടുത്തെ സ്ഥലത്ത് SI ആയിരുന്നു, ഇപ്പോൾ റിട്ടയറായി തന്നെ ബാലൻ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ നാത്തൂന്മാരും എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ജെന്നി ചേച്ചി, ശാന്തമ്മ, അങ്ങനെ ബിന്ദുവിൻ്റെ ചേച്ചിമാർ, അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ ഇപ്പോൾ എനിക്ക് എല്ലാവരെയും കുറേ ആളുകളെയൊക്കെ എനിക്ക് കുറേ നാളുകൂടി കാണാൻ പറ്റി. ആരൊക്കെയാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല. എല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാണ്. അനിയനൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഇതിലൊരു വ്യക്തി നേരത്തെ ഇവിടെയൊക്കെ വന്ന് പരിചയമുള്ള ആളായിരുന്നു. അപ്പോൾ എൻ്റെ എടുത്ത് ഇങ്ങനെ ചോദിക്കുക അറിയുമോ എന്നൊക്കെ എനിക്ക് നല്ല പരിചയമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. ഇതൊക്കെ ഐസ്ക്രീമും ഈ ഫ്രൂട്ട്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവിൻ്റെ മൂട്ടിലാണ്. അപ്പോൾ അവിടെ ആണെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവുണ്ടല്ലേ, നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നില്ലേ? എനിക്കാണെങ്കിൽ അപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ഇത്രയും നല്ല വീടിന് 4 വശവും സ്റ്റേജ് ഡെക്കറേഷനും ഇങ്ങനെ ആളുകളൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ കാണാനും ആളുകൾ പരിചയം പുതുക്കുന്നതും സ്നേഹബന്ധം പുതുക്കുന്നതും ഒക്കെ കാണാൻ നമുക്ക് വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഇത് ഇപ്പോൾ ചിന്നു മോളുടെ അനിയനും അച്ഛനും കിഷോറിൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. അതുകൊണ്ട് അനിയന്മാരൊക്കെ പോകുന്നത്. എല്ലാവരും വരുന്നവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഗേറ്റിൻ്റെ അടുത്തൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് വരുന്നവരെയും ഒന്ന് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ എല്ലായിടവും നിൽക്കുകയാണ്. നമുക്ക് നല്ല ചായയും കാപ്പിയും എല്ലാം ഉണ്ട്. അങ്ങനെ കഴിക്കുന്നവരുണ്ട്, കഴിച്ചിട്ട് വന്ന് എല്ലാവരുമായിട്ട് കുശലം പറയുന്നവരുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളെ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വ്യക്തികളുമായിട്ട് സ്നേഹബന്ധം പുലർത്താനും സൗഹൃദങ്ങളൊക്കെ പുതുക്കാനും എല്ലാം സാധിച്ചു. നമുക്ക് വളരെ സന്തോഷം തോന്നി. ഇവരൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. ഇതുണ്ട് എല്ലാം വീട്ടിൽ വെച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത് കേട്ടോ. ഞാനിതെല്ലാം നിങ്ങളെ എല്ലോട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. നമ്മളെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങായതുകൊണ്ടാണ് നിങ്ങളിതെല്ലാം കാണിക്കുന്നത് കേട്ടോ. വധൂഗ്രഹത്തിൽ വെച്ചുള്ള കല്യാണത്തിൻ്റെ തലേന്നുള്ള പാർട്ടിയുടെ ഉള്ള ആഹാര സാധനങ്ങളൊക്കെയാണ് ഇത്. പിള്ളേരെല്ലാം എന്നെ ഇങ്ങനെ എല്ലാം എടുത്ത് കാണിക്കുകയാണ്. ഒരു പത്തിരി, ഭട്ടൂര, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റം, ദോശ, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അങ്ങനെ അവർ തന്നെ ഇതെല്ലാം കാണിച്ചു തരികയാണ് കേട്ടോ. നിങ്ങളും കാണുന്നില്ലേ? അപ്പം അവരെയും കൂടെ ഞാൻ ഈ വീഡിയോയിലോട്ട് കവർ ചെയ്യുകയാണ്. എല്ലാവരുടെയും പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളെ വധൂഗ്രഹത്തിലെ കല്യാണ തലേന്നുള്ള പാർട്ടിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ ഞങ്ങളെ വീട്ടിലുള്ള വ്യക്തികളാണ് നൂറും വൈഫും. ഞങ്ങളെ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട 2 വ്യക്തികളാണ്. മോനും ഒക്കെ ഉണ്ട്. അവരെല്ലാം തലേന്നും വന്ന് കല്യാണത്തിനുമൊക്കെ വന്ന് നമ്മളുമായിട്ട് അത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തുന്ന 2 പേരാണ്. ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മളെ അടുത്തുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുകയാണ്. ഇവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവരാണ് കേട്ടോ. സ്റ്റേജ് ഡെക്കറേഷൻ 3 ദിവസവും 3 രീതിയിലാണ് ചെയ്തത്. തൊട്ടപ്പുറത്താണല്ലോ അനിയൻ്റെ വീട്. അപ്പം നമുക്ക് എല്ലാം വളരെ എളുപ്പമായിരുന്നു.
സത്യം പറഞ്ഞാൽ നല്ല രീതിയിലാണ് സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ വളരെ നല്ല രീതിയിലായിരുന്നു. നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ വെച്ചുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ കാണുമെന്നൊക്കെ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. അതിന് ഞാൻ എൻ്റെ രമ അനിയനെയും പിന്നെ കണ്ണനെയും കൽപ്പനയൊക്കെ അഭിനന്ദിക്കുകയാണ്. അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ മാത്രമല്ല, അവരുടെ കൂടെ ജോലിക്ക് നിന്ന പിള്ളേരും എല്ലാം നല്ല രീതിയിലാണ് സ്റ്റേജ് ഡെക്കറേഷൻ ആയാലും പന്തലിടാനായാലും എല്ലാം നല്ല ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ കണ്ട നമ്മുടെ മാവിൻ്റെ മുട്ടിലായതുകൊണ്ട് കച്ചിമോനൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർക്കൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു. കണ്ടതുപോലെ എൻ്റെ നാത്തൂനും പ്രിൻസിയാണ് വരുന്നത്. പ്രിൻസിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, സൂരജ് ഒക്കെ നിൽക്കുന്നത്. ഒത്തിരിയേറെ ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചൊന്ന് അവരെ ഒന്നുകൂടെ ഒന്ന് എടുക്കാൻ വന്നപ്പോഴത്തേക്കും മോളുടെ നിർബന്ധം കാരണമൊക്കെ പോയി. ഇതൊക്കെ ബിന്ദുവിൻ്റെ ചേട്ടനും കൊച്ചച്ഛനും ഒക്കെയാണ്. എൻ്റെ ചേട്ടനും അനിയനും ഒക്കെ ഇങ്ങനെ എല്ലാവരും വളരെ ധൃതിയിലാണ്. കുറേ പേര് ഗേറ്റിൻ്റെ അടുത്ത് ബിന്ദുവിൻ്റെ ചേച്ചിമാരും പിന്നെ ചിന്നുവും കൽപ്പനയും ഗീതയും എല്ലാം നിൽപ്പുണ്ട്. മോൻ വന്ന് പറയുക, മോൻ 10 ദിവസത്തെ ലീവിനായിട്ട് കൊച്ചയുടെ മോളെ കല്യാണത്തിന് വന്നതാണ്. പോയതല്ലേ ഉള്ളായിരുന്നു. അപ്പം 10 ദിവസത്തെ ലീവിനായിട്ട് മോൻ വന്നതായിരുന്നു. അപ്പോൾ ആ 10 ദിവസം ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് കേട്ടോ. നല്ല രസമായിരുന്നു. ഇനിയിപ്പം മറ്റേ പുടവ കൊടുക്കുന്ന ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുക. അവർ വന്നെന്ന് മോൻ പറയുമായിരുന്നു. അപ്പോൾ അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. രാകേഷും ചിക്കുവും ശിപ്പയെല്ലാം ഫോട്ടോ എടുപ്പ് സെക്ഷനിലോട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ബിന്ദുവിൻ്റെ ചേച്ചിമാരും ചേച്ചിയുടെ മക്കളും മരുമക്കളും എല്ലാമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഗീതയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത ചടങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ചെറുക്കനും പാർട്ടിയൊക്കെ വരുന്നെന്ന് കൊച്ചെടുപ്പെന്ന് പറയുകയാണ്. ഇത് നമ്മളുടെ കല്യാണ പെണ്ണും ചേച്ചിയാണ് കേട്ടോ. പുടവയൊക്കെ കൊടുക്കാനായിട്ട് വരൻ്റെ വീട്ടിൽ നിന്ന് വരൻ്റെ സഹോദരിയും വരനും അളിയനും എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അവരെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. നമ്മളെ സ്റ്റേജിൽ വെച്ചാണ് നമ്മൾ പുടവ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ചിലർക്ക് വീട്ടിനകത്ത് കയറിയിട്ട് സ്റ്റേജിൽ പോയാൽ മതിയെന്ന് പറഞ്ഞതനുസരിച്ച് അവർ നമ്മളുടെ വീട്ടിനകത്തോട്ട് കയറുകയാണ്. അങ്ങനെ നാത്തൂനാണിത്, അമ്മയാണ്, ഇതിലിൻ്റെ അമ്മയാണിത്. അങ്ങനെ ഇവരെ അകത്തോട്ട് കയറിയാണ്. അതിനുശേഷമാണ് നമ്മുടെ പുടവ കൊടുക്കൽ ചടങ്ങ് നമ്മൾ സ്റ്റേജിൽ നടത്തുന്നത് കേട്ടോ. അപ്പം നേരെ നമ്മൾ ഇവരെ അങ്ങ് സ്വീകരിച്ച് സ്റ്റേജിൽ കൊണ്ടുപോകാനിരുന്നതായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവരിറങ്ങി നമ്മൾ ആ ചടങ്ങിലോട്ട് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് എനിക്ക് ചിക്കുവിൻ്റെ ഹസ്ബൻഡ് രാകേഷ് മോനാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തന്നത് കേട്ടോ. രാശിയമ്മ എടുക്കണ്ട, ഞാൻ എടുത്തോളാമെന്നും പറഞ്ഞു. അങ്ങനെ മോൻ ഈ വീഡിയോ എനിക്ക് എടുക്കാൻ സഹായിച്ചു തന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ പുടവ കൊടുക്കുന്ന ഫോട്ടോ ആർക്കും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും സ്റ്റേജിലൊക്കെ ആ സമയത്ത് വേണമായിരുന്നല്ലോ, പ്രധാനപ്പെട്ടവർ ഒക്കെ ആ ചടങ്ങിന് വേണമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് എനിക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. രാകേഷ് എല്ലാവരെയും കവർ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. നമ്മളെ വരൻ ദിലീപ്, മറ്റേ നമ്മളെ വസന്തക്കയുടെ കൊച്ചുമോനാണ്, ഫോട്ടോഗ്രാഫറാണ് കേട്ടോ കൂടെ നിൽക്കുന്നത്. ചെയ്യാൻ മോളും ചിഞ്ചുവും മറ്റേ ബിന്ദുവിൻ്റെ ചേച്ചിയെല്ലാം വിളക്കൊക്കെ ഒരുക്കിയാണ് കേട്ടോ. എനിക്ക് ഈ പുടവ എടുക്കൽ വീഡിയോയിലെടുക്കാൻ പറ്റില്ല. ഞാനും വേദിയിലായതുകൊണ്ട് നമ്മളവിടെ എല്ലാവരും നിൽക്കണമല്ലേ, അമ്മമാരെല്ലാവരും നിൽക്കണമല്ലേ. ബിന്ദുവിൻ്റെ ചേച്ചിമാരും ഞങ്ങൾ അനിയൻ്റെ ചേട്ടത്തിമാരും എല്ലാവരും സ്റ്റേജിനകത്ത് നിൽക്കുന്നുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇത് അവളുടെ അവിടെ രാകേഷിൻ്റെ അമ്മയും മാമിയൊക്കെയാണ് കേട്ടോ. അവർ പാലക്കാട് നിന്ന് വന്നതാണ്. അപ്പോൾ എല്ലാവരും റിസപ്ഷനായിട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ കണ്ടില്ലായിരുന്നു നേരത്തെ വന്നത്. അങ്ങനെ ഞങ്ങൾ എപ്പോൾ എത്തിയെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയാണ് കേട്ടോ. ഇത് കണ്ട, ഇതാണ് നമ്മളെ ഡോക്ടർ ആൻറ്റിയും സുധീർ അങ്കിളും മോൻ അവരൊക്കെ ആയിട്ട് ഒത്തിരി നാളായി കണ്ടിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഓരോരോ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുകയാണ് കേട്ടോ. പുടവകട് ചടങ്ങ് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് നടന്നു. എനിക്ക് ഇത് ഇടയ്ക്ക് വെച്ച് എടുക്കാൻ പറ്റിയില്ല, ആരുടെയും കയ്യിൽ നിന്ന് വീഡിയോയും കിട്ടിയില്ല. അപ്പം അതെല്ലാം മംഗളകരമായി നടന്ന് എല്ലാം നല്ല രീതിയിൽ നടന്ന്. ഇതാണ് ഡോക്ടർ ആൻറ്റി. പിള്ളേർ ഏറ്റവും കൂടുതൽ അടുപ്പം ചിന്നുവും ചിഞ്ചുവായിട്ടാണ്. ഒരു ഡോക്ടർ ആൻറ്റി എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. ഡോക്ടർ ആൻറ്റിയുടെയും സുധീറിൻ്റെയും മകളാണ് അക്ഷയ, ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഗോകുലം ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പരീക്ഷയുടെയൊക്കെ ആയതുകൊണ്ട് മോൾക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ഹൃദയവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു മോളാണ് അക്ഷയ മോള്. അപ്പോൾ അവൾ വന്നില്ല. ഇവരെയൊക്കെ അറിയാമല്ലേ, പാവനയുടെ അമ്മയും അച്ഛനും. ഇത് നമ്മുടെ ചേട്ടൻ്റെ മാമൻ്റെ മോനാണ് വേലു. അങ്ങനെ എല്ലാവരെയും ഒരുമാതിരി ഉള്ളവരെയൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വാവയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡ് കൊടുക്കണമല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിഹ്നം എല്ലാം ശരിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലോട്ട് ഓടിയാൽ മതിയല്ലേ, ഓടിച്ചെന്ന് വെള്ളം ചൂടാക്കുക, പാല് കലക്കുക, സെർലാക്ക് കലക്കുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാളെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട് നമ്മളെ ഡോക്ടർ ആൻറ്റിയും സുധീർ അങ്കിളും ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധം ഉള്ളതാണ് കേട്ടോ. ഇവരൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്താണ്. മോൻ്റെ കൂടെ മോനും ഈ കുട്ടിയുടെ ഹസ്ബൻഡ് രതീഷും ഒരേ ദിവസം ജനിച്ചതാണ് കേട്ടോ. രതീഷിൻ്റെ മക്കളാണ്. മറ്റേത് ഞങ്ങളെ ജിജി, അതും നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഇവരെയൊക്കെ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലേ. നമ്മളുടെ ചിച്ചു മോള് കല്യാണത്തിനായിട്ട് വന്നതാണ്. മോള് എറണാകുളത്ത് ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചടങ്ങിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അതും ഞാൻ പുറവിന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ എല്ലാവരെയും ഞാനിങ്ങനെ എടുക്കുക. അവരിങ്ങനെ അക്ഷയുടെ അമ്മയെന്ന് പറഞ്ഞ് ഡോക്ടർ ആൻറ്റിയൊക്കെ പരിചയപ്പെടുകയാണ്. നമ്മൾ അർച്ചന മോള്, അങ്ങനെ എല്ലാവരും എൻ്റെ നാത്തുമാരും ഓരോരുത്തർ വന്നിട്ട് എല്ലാവരും ഈ ഇടയ്ക്ക് ഞാൻ ഓരോരുത്തരെയൊക്കെ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് ഇവരൊന്നും കയറി വന്നതൊന്നും കണ്ടില്ല. അപ്പോൾ മോനാ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും, മോനും ഭയങ്കര സന്തോഷമായി എല്ലാവരെയും ഒന്ന് കുറേ നാൾ കൂടി കാണാൻ പറ്റിയത് കൊണ്ട്. ഇത് നമ്മളെ ദിലിൻ്റെ അച്ഛനും സഹോദരിയുടെ അവിടുത്തെ മോൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അങ്ങനെ ഇതിൽ അപ്പുറത്ത് നമ്മളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ് ബിന്ദു മോള്. നമ്മളെ അയൽവാസികളാണ് കേട്ടോ. എനിക്ക് രാവിലെ ആദ്യം ഗുഡ് മോർണിംഗ് തരുന്ന കക്ഷികളാണ് ഇവർ കേട്ടോ. മോനാണത് കേട്ടോ. അവന് ഭയങ്കര നാണം കുടുങ്ങിയ. അപ്പം ഇവിടെ വന്ന് ചേച്ചിയെ ഗുഡ് മോർണിംഗ് നിന്ന് മതിലിൻ്റെ മേളിൽ വന്ന് പറയും. തൂക്കാനായിട്ട് വരുമ്പോഴായിരിക്കും ഞാൻ ഈ അടുക്കളയിലെ ജനൽ തുറക്കുമ്പോൾ അവളാണ് വരുന്നത്. അനക്കം കേട്ടില്ലേലും വന്ന് നമ്മളിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കും എപ്പോഴും. നമുക്കൊരു വലിയ സഹായമാണ് കേട്ടോ. ബിന്ദുവും മീനാക്ഷിയും ഉണ്ട്. മീനാക്ഷി ഇപ്പോൾ +2 പഠിക്കാൻ തോന്നുന്നു. അങ്ങനെ ചിന്നു ചേച്ചി വെറും കുഞ്ഞു കണ്ടപ്പോൾ ഈ മോള പരുവത്തിൽ നമ്മളെ കുഞ്ഞുവാവയുടെ പരുവത്തിലേ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ വലിയ കുട്ടികളായി. ഇതൊക്കെ ചേട്ടൻ്റെ ബന്ധുക്കളാണ്. ഇവരെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ല. നമ്മളെ വിഷ്ണുവിൻ്റെ അമ്മയുന്നുണ്ട്, വാവയുടെയൊക്കെ കുറേ ആൾ. ഇവരൊന്നും വന്നത് ഞാൻ കണ്ടതേ ഇല്ല, നാത്തൂന്മാരൊക്കെ. ഞാൻ പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കാൻ വരുന്നതിന് ഓരോരുത്തർ കഴിക്കുന്നതൊക്കെ കാണും. അങ്ങനെ എല്ലാവരും കണ്ടില്ലേ. മോനുമൊക്കെ കുറേ നാൾ കൂടിയാണ് ഈ ചിച്ചുമോളും മോനുമായിട്ട് 3.5 മാസത്തെ വ്യത്യാസമുള്ള അവർ സഹോദരങ്ങളെക്കാട്ടി കൂടുതൽ ഒരു നല്ല ഫ്രണ്ടായിരുന്നു കേട്ടോ. നല്ല എന്തൊരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഒത്തിരി നാൾ കൂടി ഞങ്ങളെയും പെങ്ങളുമാരൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷങ്ങളൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഇത് നമ്മളെ പാലക്കാട്ടെ രാകേഷിൻ്റെ ചേട്ടനും അച്ഛനും അമ്മയും മാമിയും എല്ലാവരുമാണ്. എൻ്റെ ആങ്ങളെ എടുത്ത് ചേട്ടൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. രാകേഷ്, ഞാൻ പറഞ്ഞില്ലേ, രാകേഷും ഈ മോനും ഇരട്ടകളാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ട്. നമ്മളെ സാഹിയുടെ വല്യച്ഛൻ. ഒരു ദിവസത്തെ ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വല്യച്ഛനും അച്ഛനും തമ്മിൽ കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും എല്ലാവരും ഇങ്ങനെ കഴിക്കുകയാണ്. ഞാൻ ഒരുമാതിരിയുള്ളവരെയൊക്കെ ഞാൻ കവർ ചെയ്ത് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ആങ്ങളെ ഇരിപ്പുണ്ട്. ഇത് നമുക്കറിയത്തില്ല, നമ്മളെ സന്തോഷം. നമ്മൾ ആശ്രാമത്തെ വീട്ടിൻ്റെ നമ്മളെ തൊട്ടടുത്തുള്ള അതിനെക്കാട്ടി എൻ്റെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരു മോനാണ് കേട്ടോ. എന്നാൽ ഞങ്ങൾ നല്ല ബന്ധമായിരുന്നല്ലേ. ഞങ്ങളുടെയൊക്കെ കുറേ വീഡിയോകൾ ഞാൻ 1.5 വർഷം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നല്ല രീതിയിലുള്ള നല്ല സ്നേഹബന്ധമായിരുന്നു കേട്ടോ. ഇവരെല്ലാം കല്യാണത്തിന് വന്ന് ഇവരെല്ലാം ഇങ്ങനെ ഓരോരുത്തർ കണ്ടതിൻ്റെ സന്തോഷം. എനിക്ക് ഇവരെ നിർത്തി കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ആരും എന്നെ സഹായിക്കാനായിട്ടില്ലല്ലോ. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞിൽ അവന് ഒരു 5-6 വയസ്സുള്ളപ്പോഴേ അമ്മയ്ക്ക് ഒരു മോനായിരുന്നു. അപ്പം ഞാൻ ആശ്രമ വൈദ്യശാല സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം സൗദാമിനിയൊക്കെ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. സൗദാമിനിയൊക്കെ ഈ മോനെ എൻ്റെ കയ്യിലാണ് തന്നുവിടുന്നത് സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട്. അങ്ങനെ അവനെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആശ്രമത്ത് വീട് വെച്ചപ്പം കാണുന്നത്. ആ സന്തോഷമാണ് ഈ സന്തോഷം.
ഇങ്ങനെ ഒരു വശത്തോട് ഇങ്ങനെ കഴിക്കലും പരിചയം പുതുക്കലും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും അതിൻ്റെ ഇടയ്ക്കൂടെ ചെന്ന് ഓരോരുത്തർക്കൊരു ഹായൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വേദിയിൽ കൂടെ നടക്കുന്നു. നമ്മൾ കാർപ്പറ്റൊക്കെയാണ്. ഇടയ്ക്ക് ഞാൻ ആളുകളുടെ അടുത്തൊക്കെ പറയും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേന്ന്. കാരണം ഞാൻ തട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ പറയും നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേന്ന്. നമ്മളെ കണിയുടെ മോൻ അശ്വിൻ ഇവിടുത്തെ അപ്പുറത്ത് നമ്മളെ വീട്ടിൽ എൻ്റെ വല്ല കാര്യം എന്തിനാടെ അവളെ അറിയത്തില്ലേ? ഇപ്പൊ നമ്മളെവിടെ വെച്ചാ കണ്ടത്? കുമാരി എന്തോ ഞാൻ പറഞ്ഞ എൻ്റെ ആരെയും തോന്നില്ല. എനിക്ക് കുറെ നേരം എടുക്കാൻ പറ്റുമോ? എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇരുന്നാ പിന്നെ കുഴപ്പമില്ല, ആരെയും പോകും. ഇരുന്നോണ്ട് ഒരു നമസ്കാരം കൂടെ, ഒരു നമസ്കാരം കൂടെ അപ്പൂപ്പന്. നമസ്കാരം. ശിവണന് നല്ലൊരു സീൻ വായിലോട്ടിരുന്ന് എടുക്കണ്ടേ. നാളത്തെ മുഹൂർത്ത സമയം നമ്മൾ അന്വേഷിക്കാൻ അവിടെ ചെന്ന് തമ്പാനും ഭാര്യയും മോളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മളെ നിൽക്കുന്നത് നമ്മളെ വേലു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ മാമൻ്റെ മോൻ്റെ മോളാണ് രമ്യ. എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവളിങ്ങനെ, ഇത് കൽപ്പനയുടെ നാത്തൂനാണ്. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കാടി ഒന്നും. മാളുമൊക്കെ എന്തിയടെ? സമയമില്ല ഇരിക്കട്ടെ. ഞാനേ ഫോട്ടോഗ്രാഫർ അങ്ങനൊന്നും അല്ലല്ലോ ഞാൻ. ഇവിടെയല്ലേ അറിയാകൊന്നില്ല, ഞാനാണ് ആള്. ഇച്ചിരി ഒന്ന് പെട്ടെന്ന് നിൽക്കാറുണ്ടെങ്കിലും കുടുംബനുണ്ടോ? അല്ലല്ലേ, ഈ സദ്യയായിട്ട് നേരത്തെ പറയാം. ഇവരെയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. ചേട്ടൻ്റെ മക്കളും ചേട്ടത്തിയും ഒക്കെയാണ്. നമ്മളെ വേലും ഭാര്യ ശാന്തമ്മ. ഞാൻ രമ്യ എന്നൊക്കെ പറഞ്ഞില്ലേ, രമ്യ രശ്മിയാണ് അവരുടെ മക്കൾ. ഈ രമ്യയും ചിച്ചുവും മോനും ഒക്കെ ഒരേ പ്രായമാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം അതുപോലെ ആയിരുന്നു കേട്ടോ. നല്ല ഇവിടെ ഈ വീട്ടിൽ അപ്പുറം ഇപ്പുറം ഒക്കെ അല്ലേ താമസിച്ചിരുന്നത്. അതാണ്ട് രമ്യ താണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര രസം. മോനും എപ്പോഴും ഈ രമ്യ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. നമ്മളെ സുശീല. അങ്ങനെ ഓരോരുത്തരെയൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ശുഭയും നമ്മളെ സെലിൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പുറത്തെ ബിന്ദുവിൻ്റെ ഹസ്ബൻഡാണ് ബിബി. ഇവരെയൊക്കെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ. നമ്മളെ പുളിമോൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്നതിലുപരി എൻ്റെ ഒരു സഹോദരനുമാണ് കേട്ടോ, ലാലി. സബ്സ്ക്രൈബൊക്കെ
രണ്ട് വശത്തായിട്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തത്. കിഴക്ക് വശത്തും പിന്നെ ഞാൻ വേറെ ഒരു സൈഡ് കാണിച്ചു തന്നില്ലേ. അപ്പോൾ രണ്ടിടത്ത് കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ തിരക്ക് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്തില്ല. വന്നവർക്കും വളരെ സൗകര്യമായിട്ട് എല്ലാ ആഹാരം കഴിക്കാനായാലും എല്ലാത്തിനും നല്ല ഒരു സൗകര്യമായിരുന്നു കേട്ടോ. ഞാൻ ഇത് നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഇത് നമുക്കറിയാമല്ലോ നമ്മളെ വെള്ളം കുടിച്ചോ മോനെ. പിടിച്ചില്ലേട്ടാ അണ്ണാ അതെ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ചാനൽ അവർ കട്ടാക്കും അറിയാവോ? ഓ പാടാ, എന്റെ കൂടെ നിങ്ങളെല്ലാം വരണം. പാട്ടുണ്ട് അതല്ല, എന്റെ കൂടെ ആളുകൾ വേണം. ഹരേകൃഷ്ണ പറയാൻ ആളുണ്ട്. വരുമോ? ഹരേകൃഷ്ണ വരണ്ടേ? ഇല്ലേ ഹരേകൃഷ്ണ? അയ്യോ ഇപ്പോഴാണ് എന്റെ അമ്മ, ഇതെന്റെ നാത്തൂനേട്ടാ. അതാണ്ട് നാത്തൂന്റെ മക്കൾ എന്തേ പൊന്നൊക്കെ നിങ്ങൾ ഏറ്റവും അടുത്ത ആളുകളല്ലേ? അറിഞ്ഞില്ല. ഇത് നമ്മുടെ വാവയില്ലേ, വാവയുടെ ബന്ധു, അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെയും ബന്ധു, ഏറ്റവും അടുത്ത ബന്ധുവാണ് നമ്മുടെ ശ്യാമളയുടെ, എൻ്റെ നാത്തൂൻ്റെ. എന്നൊക്കെ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഓരോരുത്തരും ഇങ്ങോട്ടും അതിശയിക്കുകയാണ്. അവരുടെയൊക്കെ പരിചയക്കാരല്ലേ ഈ കല്യാണത്തിന് വന്ന്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ പുതുക്കാൻ പറ്റി, പുതിയ പുതിയ ആളുകളെയൊക്കെ കാണാൻ പറ്റി. എല്ലാവരും കൂടെ ഒക്കെ ഇങ്ങനെ നിന്ന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മോന് എന്നെ കൊണ്ട് പാട്ട് പഠിക്കാൻ, ഇത് കൽപ്പനയുടെ ആങ്ങളെ ദിലീപ്. അപ്പോൾ മോന് ഇപ്പം ഇത് ഇന്നലെ നമുക്ക് സംഗീതത്തിൽ പിന്നെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റാത്തവർക്ക് ഇന്ന് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞ് കഴിഞ്ഞിട്ട് പാടാമെന്നൊക്കെ മോൻ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ദമ്മൊരു ദമ്മൊക്കെ പാടണമെന്ന് പറഞ്ഞ് അങ്ങനെ ആളുകളൊക്കെ പോകുന്നതിന് മുമ്പേ പാടാമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് നടത്തുന്നത്. അതിൻ്റെ യാനിക്കുട്ടൻ കണ്ട വെള്ള ഉടുപ്പിട്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇതെല്ലാം ഇതിനകത്താക്കിയത്. നമ്മളല്ലാതെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, ഞാനൊരു ഷോട്ട് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നത്. നിങ്ങളുടെ കേൾക്കണം അത് കേട്ടോ. ഞാൻ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാഞ്ഞത്. ഇടയ്ക്ക് ഫോട്ടോ എടുപ്പൊക്കെ നടക്കുക. ആങ്ങളെയും പെങ്ങളുമാരും എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. കുറേ നാളുകൂടി ഇവരെല്ലാം കൂടെ ഒത്തുചേരുന്നില്ലേ കണ്ട. അവർ കണ്ണനും മോനുവും ശിപ്പയും ചിക്കുവും ചിന്നുവും ചിഞ്ചുവും പാവന ചച്ചു എല്ലാവരും ഉണ്ട് കേട്ടോ. മോനുമാണെങ്കിൽ സംഗീത പരിപാടിയിലും ഈ ഫ്ലൂട്ട് വായിച്ചായിരുന്നു. അപ്പം വീണ്ടും പാടണമെന്ന് പറഞ്ഞ് ഒന്നുകൂടെ പാടുകയാണ് കേട്ടോ. സംഗീത പരിപാടിയിൽ ഫ്ലൂട്ട് പാടുന്നത് ഞാൻ ഇതിനകത്ത് ഇടും കേട്ടോ, വായിക്കുന്നത്. തന്നെത്താനെയാണ് ഇതെല്ലാം. ഫ്ലൂട്ട് എങ്ങും പോയി പഠിച്ചതൊന്നുമല്ല കേട്ടോ, തന്നെത്താനെ തന്നെ മെനക്കെട്ട് ഇരുന്ന് പഠിച്ചെടുത്തതാണ്. യൂട്യൂബിലൊക്കെ കണ്ടൊക്കെ പഠിച്ചത് കേട്ടോ. അങ്ങനെ നല്ലതുപോലെ വായിച്ച് എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ സമയത്ത് കഴിക്കാൻ പോയി. പിന്നെ മോള് അങ്ങനെ വേദിയിലുള്ളവരെ എല്ലാം ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നതാണ്. എല്ലാവരും സംഗീതം, മോൻ്റെ ഫ്ലൂട്ട് വായന ആസ്വദിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. സംഗീത പരിപാടി വന്നവരെല്ലാം പോയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോളിങ്ങനെ കവർ ചെയ്യാണ്. ഇതാണ്ട് ഞാനാണ് ഈ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ ഞാനൊരു എണ്ണത്തിൽ ഇച്ചിരി ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. വീട്ടിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ച പൊടിമോന്, അതായത് എൻ്റെ ഏറ്റവും ഇളയ അനിയന് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് കുറേ ദിവസം അങ്ങനെ ഈ ചുറ്റുപാടിലൊക്കെ എഴുകി ചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ.
അത് കഴിഞ്ഞപ്പം പിന്നെ കലാശക്കൊട്ട് നടത്തണമെന്നും പറഞ്ഞ് മോനൊരു പാട്ടങ്ങോട്ട് പാടി എല്ലാവരും കസിൻസും എല്ലാവരും കൂടെ ഡാൻസും അങ്ങ് എല്ലാവരും സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി നല്ല രസമായിരുന്നു. ഞങ്ങൾക്കും വയസ്സായ ഞങ്ങൾക്കും കൊച്ചു പിള്ളേർക്കും എല്ലാം മനസ്സിന് ഭയങ്കരധികം സന്തോഷം തോന്നി. എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്താണ്ട ഗീത കണ്ടില്ലേ, അവരെ കൂടെ പാടി ആടി ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ. ഞാനിതെല്ലാം ഒരു ചെറിയ ഇടയ്ക്കൂടെയൊക്കെ ഞാൻ ആ വീഡിയോ എടുത്തതാണ് കേട്ടോ. എല്ലാവരുടെയും സന്തോഷം നിങ്ങൾ കണ്ടില്ലേ. നല്ല ഒരു പാട്ടാണ് കേട്ടോ ഇത്. അപ്പം അതിനനുസരിച്ച് എല്ലാവരും താളം പിടിച്ച് പാടുന്നതാണ്. കോപ്പിറൈറ്റ് വരുന്നത് കാരണമാണ് ഞാനിത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരങ്ങളിലെല്ലാം എല്ലാവരും എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ ലൈഫിൽ നമ്മൾ സന്തോഷം കിട്ടുന്ന ഒരു സന്ദർഭം, അത് ചെറുതായാലും വലുതായാലും നമ്മളതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിലുള്ള ഈഗോയും എല്ലാം മാറ്റി നമ്മൾ ഇതേ കണക്കൊരു ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷകരമായിട്ട് പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നിങ്ങളൊരു പോസിറ്റീവായിട്ട് തന്നെ കണ്ടാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഭർത്താക്കന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. താണ്ട ഗീത അനിയൻ്റെ മക്കളാണല്ലോ ചച്ചുവും ചിച്ചുവും എന്നുള്ള ചിച്ചുവിൻ്റെ ഹസ്ബൻഡ് ജിജോ. ഇവരെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. രാധികയുടെ, അതായത് ചിച്ചുമോളുടെ ഹസ്ബൻഡാണ് അജയ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മളെ മാളു, പൊന്നു, ചിന്നു എല്ലാവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ പാട്ടിടാഞ്ഞത്. പക്ഷെ കണ്ടല്ലേ, പിള്ളേർക്ക് നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു വീഡിയോ ഇതിനകത്ത് എന്നെ കണ്ടില്ല കേട്ടോ. എല്ലാവരും എടുത്ത് ഞാൻ പറയുകയാണ്, എൻ്റെ എല്ലാ വീഡിയോയും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തായിട്ട് ബെല്ലുണ്ട്, ആ ബെല്ലിൽ ഞെക്കിയാൽ ഓളെന്ന ഓപ്ഷൻ വരും. അതിൽ ഞെക്കിയാൽ എൻ്റെ എല്ലാ വീഡിയോയും കാണാം. നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സന്തോഷമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് പാട്ട് തീർന്നപ്പോൾ ഒരു ഇതായി പോയി. നല്ല സന്തോഷത്തിൽ നിന്നായിരുന്നു പുള്ളിക്കാരി കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ കുറേ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് ചോദിക്കും അവർ യൂട്യൂബിലൊക്കെ വന്നോന്നൊക്കെ. അപ്പോൾ പൊടി കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലേ നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെയൊക്കെ വരുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണല്ലേ. നമ്മൾ പത്രത്തിലൊക്കെ ആയാലും എല്ലാം നമ്മളെയൊക്കെ പേര് നല്ല രീതിയിൽ വരുന്നതൊക്കെ നമുക്ക് ഇഷ്ടമല്ലേ. അപ്പം കുറച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ കുറേ ഡാൻസ് കളിച്ചൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്ത് പീക്കുമാണ് ഒരു ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഇത് നമ്മളെ കണ്ണൻ്റെ മോളാണ്. എല്ലാം നല്ല രസം, ബൊമ്മക്കുട്ടി പോലെയൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഞാനും അതെല്ലാം എടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ഇതെല്ലാം നല്ലതുപോലെ എൻജോയ് ചെയ്ത്. പാട്ട് നമുക്കിടാൻ പറ്റത്തില്ലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് കാണിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സന്തോഷം. ഇവള് എൻ്റെ ഒരു ആരാധികയാണ്. രാശിയമ്മാമ്മയുടെ യൂട്യൂബൊക്കെ ഞാൻ കാണാറൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. ഇവിടെയൊക്കെ യാനിയുടെ ഫ്രണ്ടാണ് ഏറ്റവും അടുത്ത്. നല്ല രസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ രണ്ടും നല്ല കൂട്ടുകാരാണ് കേട്ടോ. ഒരു ചേട്ടൻ്റെ കൊച്ചുമോളാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ക്ലാസിക്കലായിട്ട് ഡാൻസ് കളിച്ചതാണ്. ഞങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു മോളുടെ ഡാൻസ് കേട്ടോ. അങ്ങനെ കുറച്ച് ഇത് നിൽക്കുന്നത് നമ്മളെ ഫോട്ടോഗ്രാഫർ രാജേന്ദ്രനാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എന്ത് വിശേഷം വന്നാലും രാജേന്ദ്രനാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ റിപ്പയർ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും കയറി എടുക്കുക. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നില്ലേ, എൻ്റെ ഇടയ്ക്കൂടെയാണ് ഞാനും വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. അപ്പം നല്ല കാറ്റാണ് ഇപ്പം കേട്ടോ. മാവിൻ്റെയൊക്കെ കാറ്റ് വീശുമുള്ള കലവില ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കച്ചിമോന് സംഗീത പ്രോഗ്രാമിൽ ഡാൻസ് കളിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവനും കളിക്കണമെന്ന് പറഞ്ഞ് അവനെ കളിക്കുകയാണ്. അങ്ങനെ എല്ലാം പിള്ളേരുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സാധിച്ചു കൊടുത്തു. ഒരുപാട് ബന്ധുക്കളൊക്കെ വന്നവരെയൊക്കെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും സ്കൂളിലും ഒക്കെ എല്ലാവരും ഡാൻസൊക്കെ പഠിക്കുമല്ലേ. അപ്പോൾ അവരെല്ലാം ഞാൻ കുറേശ്ശെ അവരുടെ പാട്ടൊക്കെ ഡാൻസൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് കാണണം. കച്ചിമോൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദിച്ചുവിൻ്റെ ഡാൻസായിരുന്നു. ചച്ചുമോളുടെ മോൻ്റെ.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് കുരികളെല്ലാം റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സമയം ഒരുപാട് അങ്ങ് പോയി. പിന്നെ അടുത്ത ദിവസം രാവിലെ 11:30 കഴിഞ്ഞിട്ട് കല്യാണമാണല്ലേ. അപ്പം അടുത്ത ദിവസമൊക്കെ എല്ലാവരും നമ്മളുടെ അടുത്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല പാട്ടും ഡാൻസും ഞാനും വരെ പാടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ ഒന്ന് കേൾക്കണം, ചിരിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം എനിക്ക് ശ്രുതിയും താളവും ലയം ഒന്നും അറിയാത്തതുകൊണ്ട് പാടിയതാണ്. പാട്ടിപ്പം ഞാൻ വേറെ ഇടാം. അതിപ്പോൾ ഒത്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ലെങ്തായി പോകുമല്ലേ. പിന്നെ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞ ദിനങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ എല്ലാ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലെന്ന ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതിനകത്തൂടെ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതും. ഞാൻ ഒരിക്കൽ കൂടി നമുക്കെല്ലാം ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.